കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരിയേറെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് ഇൻവോൾവ് ആകുമ്പോഴത്തേക്കുമാണ്. ഒരു ചെറിയ പ്രശ്നമായിരിക്കും അത് വലിയൊരു എന്താ പറയുന്നത്, ചെറിയൊരു കുഞ്ഞ് പ്രശ്നത്തിനെ വലിയൊരു ബോംബ് പൊട്ടിയ രീതി മാതിരിയാക്കും. ശരിക്കും ഫാമിലി മെമ്പേഴ്സ് ഒരു ആഫ്റ്റർ മാരേജ് അവിടെ ഒരു ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവരാണോ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടവരാണോ? അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നത് ദീസ് ഡേയ്സ് കുറേ അധികം മാരേജസ് ഒരു ഒരു ഈ സെപ്പറേഷൻ്റെ വാക്കിലേക്കൊക്കെ പോകാനായിട്ട് കാരണമാകുന്നത് ഈ പേരൻസിൻ്റെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം ഈ അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. അതായത് ഐ എം വെരി അറ്റാച്ച്ഡ് ടു മൈ ചൈൽഡ്. ഓക്കെ, കെട്ടിച്ച് വിട്ടാലും എനിക്ക് അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. അപ്പം ഐ എക്സ്പെക്റ്റ് ഹർ ടു ടോക്ക് ടു മീ എവറി ഡേ. അതൊക്കെ നല്ലതാണ്. പക്ഷേ അവരുടെ പേഴ്സണൽ ഡിസിഷൻസിലും കൂടെ ഞാൻ കൈകടത്താം എന്ന് പറഞ്ഞാൽ, ഇന്ന് എൻ്റെ കെട്ടിയവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഇതെല്ലാം എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് അമ്മയാണ് ഇതിനെല്ലാം സൊല്യൂഷൻ കൊടുക്കും. നീ ഇങ്ങനെ ചെയ്ത, നീ അങ്ങനെ ചെയ്ത, നീ ഇങ്ങനെ, അല്ലെങ്കിൽ അപ്പനായിരിക്കും നീ അങ്ങനെ ഇങ്ങനെ. അവരല്ല തീരുമാനം. അവർ ഈ സാധനം യു ലെറ്റ് ദം ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ allow them to fail. Allow them to fail. I mean, ഫെയിലിയറിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. പക്ഷെ അവർക്ക് ചെയ്യാവുന്ന എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ താങ്ങി കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു അഡ്വൈസൊക്കെ വേണേൽ കൊടുക്കാം. പക്ഷേ അഡ്വൈസ് കൊടുക്കുമ്പോഴും ഒരിക്കലും അതൊരു എൻ്റെ മോളെ രക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് കെട്ടിയവൻ്റെ മേലൊരു ഒരു അഡ്വാൻറ്റേജ് കിട്ടാനായിട്ടോ അല്ല. അങ്ങനെയാണെങ്കിൽ യു ഡാമേജിങ് ദാറ്റ് മാരേജ് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? കൂടുതൽ എന്താ പറയുക, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ എനിക്ക് എന്നെ തന്നെ നൽകാമെന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കട്ടെ പേരൻസിൻ്റെ ഇൻ്റർവെൻഷൻസ്. അവർ സ്ട്രഗിൾ ചെയ്യുമ്പം അവരെ ഒന്നിച്ച് നിർത്താനായിട്ടാണ് പേരൻസ്, അപ്പുറത്തെ പേരൻസും ഇപ്പുറത്തെ പേരൻസോട് ഒരുമിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു നിറയാൻ നിങ്ങളുടെ പ്രശ്നം, ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്കറിയാമായിരുന്നു, നിങ്ങളത് ഒളിച്ചു വെച്ചിട്ടല്ലേ ഇത് ചെയ്തത്, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട്, എന്നാൽ നീ ഇങ്ങ് പോരടി, നിൻ്റെ റൂം പഴയത് ഇപ്പോഴും അതേപടി കിടപ്പുണ്ട്, ഞങ്ങൾക്കറിയായിരുന്നു നീ ഇത്, അത് നീ ഇങ്ങ് പോരെ. ഇവിടെയാണ് ഈ പ്രശ്നം. ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടായില്ല വിവാഹം കഴിച്ച എൻ്റെ യങ്സ്റ്റേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈവൻ ഇഫ് യുവർ മദർ ഓർ ഫാദർ സേസ് കം ബാക്ക്, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ബിക്കോസ് യു ഹാവ് മെയ്ഡ് ദാറ്റ് ഡെസിഷൻ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓൾട്ടർ, ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ്, ഇൻ ഫ്രണ്ട് ഓഫ് വിറ്റ്നസ്സസ്, ദാറ്റ് ഐ വിൽ ബി വിത്ത് ഹിം ടിൽ ദി എൻഡ് ഓഫ് മൈ ഡേയ്സ് എന്ന് അല്ലാതെ പേരൻസ് അല്ല എടുത്തത്, നിങ്ങൾ ഓരോരുത്തരെ എടുത്തത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ കമ്മിറ്റ്മെൻറ്റ്. അത് വിട്ടെറിഞ്ഞ് പോകാനായിട്ടുള്ളൊരു, ഈശോ പറഞ്ഞു ലെറ്റ് യു യെസ് ബി യെസ് ആൻഡ് യുവർ നോ ബി നോ. യു സെഡ് യെസ് വെൻ യു ഹാഡ് ഓൾ ദ ഫ്രീഡം ടു സേ നോ, അല്ലേ? ഓൾ ദ ഫ്രീഡം. അതും ഈ വിവാഹത്തിൻ്റെ അവിടെ മാത്രമല്ല, ഈ കല്യാണം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നോ പറയായിരുന്നു, അവിടെ യെസ് പറഞ്ഞു. കാണാൻ വന്നപ്പോൾ നോ പറയായിരുന്നു, അവിടെ യെസ് പറഞ്ഞു. എൻഗേജ്മെൻ്റ് അന്ന് അവിടെ പബ്ലിക്കായിട്ട് നോ പറയായിരുന്നു, അവിടെ തീരുമായിരുന്നു. അവിടെ യെസ് പറഞ്ഞപ്പോഴാണ് വിവാഹത്തിലേക്ക് വന്നത്, അവിടെയും യെസ് പറഞ്ഞു. നീയാണ് പറഞ്ഞത്, വേറെ ആരും കത്തി വെച്ചിട്ടോ 4 യെസ് പറഞ്ഞു. ആരും കത്തി വെച്ചിട്ടോ തോക്ക് കാണിച്ചിട്ടോ ഒന്നും അല്ലല്ലോ. നിനക്ക് നോ പറയാനുള്ള ഫ്രീഡം ഇല്ലെങ്കിൽ നിൻ്റെ യെസ് വാലിഡ് അല്ലെന്ന് പോലെയാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നീ അത്രയും ഫ്രീഡത്തിൽ നിന്ന് നീ ഫുൾ നോളജും ഫുൾ സമ്മതത്തോടുകൂടിയും ഫുൾ അറിവോടുകൂടിയും നീ എടുത്ത ഡിസിഷനാണിത്. അപ്പോൾ അവിടെ നിനക്കിത് വിട്ടെറിഞ്ഞു പോകാൻ പറ്റത്തില്ല. പേരൻസ് പലതും പറയും, നാട്ടുകാർ പലതും പറയും, ബട്ട് ദിസ് ഈസ് യുവർ കമ്മിറ്റ്മെൻറ്റ് ടു സേവ് ദ മാരേജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെർവൻ്റായി മാറണം നമ്മൾ. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് അതിലൂടെ ഞാനായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഐ ഷുഡ് അസെൻഡ്, ഐ ഷുഡ് ലെറ്റ് മൈ ഫാമിലി അസെൻഡ് ടു ദാറ്റ്. അവിടെ എൻ്റെ കുറവുകളായിരിക്കും ഏറ്റവും വലിയ എന്താ പറയുക
ഇമ്പാഡിമെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. എൻ്റെ ചില അവിടെയൊക്കെയാണ് ഞാൻ ദൈവത്തോട് ചേർന്നത്. കർത്താവേ, എനിക്ക് പറ്റുന്നില്ല, മുട്ടുകുത്തി ദൈവത്തിന് മുമ്പ് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, എങ്ങനെ എനിക്ക് താഴാനായിട്ട് പഠിപ്പിക്കണേ. അവൾ എന്നെ മനസ്സിലാക്കാത്തപ്പം ഞാൻ എങ്ങനെ പെരുമാറിയാലാണ് അവിടെ എങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. എൻ്റെ കുഞ്ഞുങ്ങൾ രാത്രിയെല്ലാം കിടന്ന് കരയുമ്പം എനിക്ക് രാവിലെ ജോലിയുള്ളപ്പം ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യും. ഇറ്റ് ഹാസ് ടു ബി a constant consultation on your knees, talking to God and then living it out. ഇതിനകത്തൊരു ഗ്രേസ്, ട്രമെൻഡസ് ഗ്രേസ് ഒഴുകും എന്ന് ഞാൻ പറയുന്നത്. അപ്പം ദേവി ഇത് പേരൻസിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ലെറ്റ് യുവർ ചിൽഡ്രൻ ലിവ് ഔട്ട് ദെയർ മാരേജ് ലൈഫ്. പേരൻസിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ട്. അത് കൂടാതെ ഇപ്പോഴത്തെ ഒരു ലുക്ക് അറ്റ് ദ കറണ്ട് സോഷ്യൽ സ്റ്റേറ്റസ്, റൈറ്റ്? ഇപ്പം ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് എ ഡിവോഴ്സ്, അല്ലേ? അതായത് ചിലപ്പം പലരും ഈ ഡിവോഴ്സൊക്കെ ഒരു പുകമറ പോലെ വെച്ചിട്ട് അത് യൂസ് ചെയ്യുന്ന ഒരു പ്രതിനിധിയൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഭയങ്കരമായിട്ട് നോർമലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഡിവോഴ്സ് ക്യാൻ ഹാപ്പൻ, വിച്ച് ഇസ് ഫൈൻ എന്നൊരു നോർമലൈസിലേക്ക് പോകണം. അത് നടന്നോട്ടെ, പ്രശ്നമില്ല, നമുക്ക് അടുത്ത ആളിലേക്ക് നോക്കാം, പരിഹരിക്കാം. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഒന്ന് ദ മാരേജ് ഈസ് ഗെറ്റിംഗ് ബ്രോക്കൺ. ലെറ്റ്സ് സേ ഇഫ് ദർ ഇസ് ചൈൽഡ് ഇൻവോൾവ്, യു ബേസിക്കലി ടേക്കിംഗ് അവേ ഹിസ് ചൈൽഡ്ഹുഡ്, his need to have a good father and a mother and to have a very good conducive environment as a family. അപ്പോൾ നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ആ ഒരു കുട്ടിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു എൻവയൺമെൻറ്റ് എടുത്ത് കളയുന്നു. അപ്പം ഇറ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് ഡൈവോഴ്സിൻ്റെ ഒരു നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് കാണുന്നുണ്ട്, അല്ലേ? എത്ര മാരേജ് സക്സസ് ആവുന്നുണ്ട്, എത്ര എണ്ണം പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം, കാരണം അവർ മാരേജിന് കൊടുത്തിരിക്കുന്ന വില അത്രയേ ഉള്ളായിരിക്കുമേ. അതായത് ഈസി, പെട്ടെന്ന് എനിക്ക് മൂവ് ചെയ്യാം, അടുത്ത ആളിലേക്ക് പോകാം, ഇറ്റ് ഈസ് ഫൈൻ, എൻ്റെ ഫോമർ വൈഫ് ഷുഡ് ബി ഓക്കെ വിത്ത് ദാറ്റ് ഒക്കെ. അതൊക്കെ കാരണം ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാരേജ് ഈസ് വെരി സബ്സ്റ്റാൻഡേർഡ് ടു ക്രിസ്ത്യൻ വ്യൂ, റൈറ്റ്? അപ്പോൾ മാരേജ് എന്താണെന്ന് മനസ്സിലാക്കിയതായിരിക്കും, അല്ലേ? നമ്മുടെ ഒരു മാരേജ് എന്താണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഡൈവോഴ്സ് സംഭവിക്കുക എന്താണ്. ഹസ്ബൻഡ് തോറ്റു പോകുന്നു, വൈഫ് തോറ്റു പോകുന്നു, ഹസ്ബൻഡ് വീട്ടുകാർ തോറ്റു പോകുന്നു, വൈഫിൻ്റെ എല്ലാവർക്കും തോൽവി മാത്രമേ അവിടെ. അവസാനം ഫാമിലി ജയിക്കുന്നു, കുടുംബം ജയിക്കും, അല്ലേ? അല്ല, ഈ ഡിവോഴ്സിനകത്തൂടെ ഡിവോഴ്സിൽ കുടുംബം എല്ലാം നഷ്ടപ്പെടുവാണ്. എല്ലാവരും ഡിവോഴ്സ് നടന്നു കഴിയുമ്പോൾ അവിടെ ആരും ജയതോൽവികളില്ല, അവിടെ മൊത്തം പരാജയമേ ഉള്ളൂ. And the devil knows it. So that is why Jesus hates divorce, അല്ലേ? ഈശോയുടെ പ്രബോധനം എന്താണ് ഡിവോഴ്സിനെ കുറിച്ചുള്ളത്? എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈശോ? നമ്മൾ വചനത്തിൽ എന്താ വായിക്കുന്നത്? സുവിശേഷത്തിൽ ഇരിക്കട്ടെ. പിന്നെ ഈ ശിഷ്യന്മാരുടെ അടുത്ത് പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്ന ഒരു റെസ്പോൺസ് എന്താ? ശിഷ്യന്മാർ എന്തുകൊണ്ടാണ്? കാരണം അത്ര എളുപ്പമല്ലെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ശിഷ്യന്മാർ ഈശോയോട് കൊടുത്ത് 3 കൊല്ലം പക്ക ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിന്ന ആൾക്കാരാണ്, അല്ലേ? തിക്ക് ഫ്രണ്ട്സ് ആണ് അവർ. അപ്പോൾ ഈ തിക്ക് ഫ്രണ്ട്സിന് വേണ്ടി ഈശോ എന്തെങ്കിലും കുറയ്ക്കുന്നുണ്ടോ അവിടെ? അത് വചനം അത് പറഞ്ഞു തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് പറ്റുവാണ്, എടാ വാ ഞാൻ ഇത് വേണം കുറച്ച് ലൈറ്റാക്കി തരാം, വെള്ളം ചേർക്കുന്നില്ല, ഇതിങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ കേൾക്കട്ടെ. നമ്മൾ വിചാരിക്കും ഇതിനകത്തൊരു അപ്പോൾ ഇത്രയും വലിയ ബേർഡനാണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്? പക്ഷെ അങ്ങനെയല്ല. നമ്മളെ തോളയിൽ വെച്ചിട്ടാണ് ഈശോ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ മടിയിൽ നടത്തിക്കൊണ്ടാണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് അപ്പ് ടു അസ് ടു ഇൻവെൻറ്റ് ദിസ് ആൻഡ് ഡു എവറിത്തിങ് ഫ്രം ദ സ്ക്രാച്ച്. ഇത് അപ്പൻ നമ്മുടെ കൈപിടിച്ച് നമ്മൾ വില്ലിങ് ആയാൽ മതി. എൻ്റെ അപ്പ എന്നെ പഠിപ്പിക്കണേ, സ്നേഹിക്കാൻ പഠിക്കും. കാരണം ഒരപ്പൻ എന്ന നിലയിലൊന്നും നിൽക്കുന്നു. മക്കൾ അപ്പനേക്കാളും, ഈശോ പറയാണ്, നിങ്ങൾ എന്നെക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഈ സ്നേഹിക്കുന്ന കാര്യങ്ങൾ എത്രയോ വിശുദ്ധന്മാരെന്ന് ആലോചിക്കുക. അവർ സ്നേഹിക്കുന്നതൊക്കെ നമുക്ക് മനുഷ്യന് ചിന്തിക്കാൻ പറ്റത്തില്ല. അതപ്പുറത്തേക്കാണ് അവർ സ്നേഹിച്ചേക്കുന്നത് മനുഷ്യരെ. അപ്പം അങ്ങനെ സ്നേഹിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുത്താൽ, ദൈവം നമ്മളോട് പ്രവർത്തിച്ചാൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് കുരിശിൽ മരിച്ച് നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് പെർമനൻ്റായിട്ട് അതിൽ നിന്ന് റിഡീം ചെയ്ത് കപ്പാസിറ്റിയും തന്ന് കൃപയും തന്ന് കഴിവും തന്ന് ഇപ്പോൾ നമ്മൾ ഓൾ ദാറ്റ് വി നീഡ് ടു ഡു ഈസ് ടു അക്സെപ്റ്റ് ദാറ്റ് ഡിവൈൻ ഗ്രേസ്. ഈ പേരൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, വിവാഹം
നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ട്. അപ്പോൾ കുറച്ച് നാൾ ഇതിങ്ങനെ കല്യാണം ആകാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് താത്തി ഇനി കിട്ടുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൊച്ചിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ നമ്മളതിനി ആരോടും പറയണ്ട, അത് പറയാതെ നമ്മൾ വേണമെങ്കിൽ കല്യാണം കഴിച്ചു വിടാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ആൾക്കാർ കല്യാണം കഴിക്കാനായിട്ട് അറിയുമ്പം ഇട്ടിട്ട് പോവാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അത് ഒളിച്ചു വെച്ച് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തോടൊത്ത്. കാരണം ദൈവത്തെ സംബന്ധിച്ചോളം ഈ ഓരോ കുഞ്ഞും പ്രഷ്യസാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ ദൈവത്തിന് അത്രമാത്രം പ്രഷ്യസാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതവും വിവാഹ ജീവിതവും എന്ന് പറയുന്നത് അപ്പന് അത്രമാത്രം കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിക്കുക, എൻ്റെ ഈശോയെ നീ ആ കുഞ്ഞിന് വേണ്ടി വെച്ചിരിക്കുന്നത് എന്താണോ, അല്ലാതെ എൻ്റെ വറിയൊക്കെ കൺസേണോ ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാൻ ഈ നമ്മുടെ എബ്രാഹിം കുഞ്ഞുണ്ടാകാതെ വന്നപ്പോഴത്തേക്ക് ഹാഗാറിനെ ഒപ്പിച്ചു കൊടുത്തതുപോലെ, മനസ്സിലായില്ലേ? അപ്പം അവരൊരു സൊല്യൂഷൻ അവർ തന്നെ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ അതാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. ഇഫ് യു ലെറ്റ് ഗോഡ് ടേക്ക് കെയർ ഓഫ് ദിസ്, you will see. കാരണം there will be a man who's looking for your daughter the way she is, and then so you wait. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ തരത്തിൽ ഇത് കല്യാണം കഴിപ്പിച്ചങ്ങ് പറഞ്ഞു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്താണ്, അടുത്തത് പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായി പിന്നെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോവാണ്. അതങ്ങനെയല്ല, മറ്റേതാ മറിച്ച് അത് നിൻ്റെ പ്രശ്നമാണ്, നീയാണ് അങ്ങനെ, മനസ്സിലായില്ലേ? ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞ അവസാനം ഇങ്ങനെയല്ല ഒരു വിവാഹം നടക്കേണ്ടത്, മനസ്സിലായില്ലേ? സമാധാനത്തിൽ ദൈവഹിതം നടക്കുമ്പോൾ അതിനകത്തുള്ളൊരു ഒരു വലിയൊരു സമാധാനമുണ്ട്, മനസ്സിലായില്ലേ? കാരണം ഇത് ഞാനല്ല, ഇത് അപ്പം ആ ഒരു ജോയ് നമ്മുടെ ഓരോ വീട്ടിൽ നടക്കുന്ന ഓരോ വിവാഹത്തിലും ഉണ്ടാവണം എന്നുള്ളതൊരാവശ്യം കൂടെ. ചില കേസിലേക്ക് പക്ഷെ പറയുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായത് ഹസ്ബൻഡ് ടോക്സിക് ആണ്, പിന്നീട് നമ്മൾ കാലങ്ങൾക്ക് ശേഷം മനസ്സിലാവുന്നു, അങ്ങനെയൊക്കെ വരുമ്പം ദിസ് ഈസ് എ ഡിഫിക്കൽട്ട് ആൻസർ. പക്ഷേ ഞാനൊരു പ്യോർലി ഒരു ക്രിസ്ത്യൻ വ്യൂവിൽ പറയാം. അപ്പം നമ്മളിവിടെ നമുക്കറിയാം ഏത് വിവാഹമാണെങ്കിലും ഞാൻ യെസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വിവാഹത്തിലേക്ക് വന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 4 ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് നോ പറയാനുണ്ടായിരുന്നു. ഇനിയിപ്പം അവിടെയെല്ലാം ഒരുപക്ഷെ ഞാൻ ഈ വ്യക്തിയെ അറിഞ്ഞായിരിക്കും വിവാഹം കഴിക്കുന്നത്, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അറിഞ്ഞില്ല, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഇൻക്യൂറബിളായിട്ടുള്ള ഒരു മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വിവാഹം തന്നെ ഒറിജിനലി നടന്നിട്ടില്ല എന്ന് സഭ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇൻവാലിഡ്. കാരണം അത് നമ്മൾ മറച്ചു വെച്ചിട്ടാണ്. കാരണം ഫോർ യു ടു സേ യെസ് യു നീഡ് ടു ഹാവ് എ സ്റ്റേബിൾ മൈൻഡ്, അല്ലേ? അതല്ലെങ്കിൽ ഇപ്പം യെസ് എന്ന് പറഞ്ഞ് കുറച്ച് നോ എന്ന് പറഞ്ഞ് അങ്ങനത്തെ സംഭവമല്ലല്ലോ. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയാം ഈ വിവാഹം എന്ന കൂദാശയുടെ ഫ്രീഡം. അതുപോലെ തന്നെ ഇപ്പോൾ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു, ഇഫ് യു ആർ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു സാധ്യതയില്ലെങ്കിൽ മാരേജ്, യു നോട്ട് കോൾ ടു മാരേജ്. കാരണം മാരേജ് എന്ന് പറയുന്നത് എന്താണ്, യൂണിയൻ ആൻഡ് പ്രോക്രിയേഷന് വേണ്ടിയിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള ഒരാൾ അത് മറച്ചു വെച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അവിടെയും അത് ഇൻവാലിഡാണ്. ഇനിയിപ്പോൾ അതൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ദിസ് മാൻ ഓർ വുമൻ ബിക്കംസ് toxic to an extent that there is physical abuse, there is emotional abuse, all kinds of abuse, and then you're physically harmed, your children are harmed. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? That's a big question. Purely ഞാൻ പറയുന്നത് ഇവിടെയെല്ലാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് പറ്റിയൊരു അബദ്ധമല്ല ഇത്, അല്ലേ? കാരണം ഫോർ നോയിങ് ഗാഡ് നോസ് ദർ വിൽ ബി ചാലഞ്ചസ് ഇൻ ദിസ് മാരേജ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇതിലൂടെ സംഭവിക്കേണ്ട ഒരു വലിയ നന്മയും ദൈവത്തിനുണ്ട്, അല്ലേ? കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ജീവിതം
ഇപ്പം ഭയങ്കര പ്രശ്നത്തിലൂടെ പോകുന്നു, നാളത്തെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരിക്കാം. പക്ഷേ ഞാൻ ഈ കടന്നു പോകുന്ന ഈ ഒരു ചാലഞ്ചസും സ്ട്രഗിൾസിലൂടെ എൻ്റെ വരുന്നൊരു 10 തലമുറ ബ്ലെസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ദൈവ സർവജ്ഞാനിയും ടൈം ഇല്ലാത്തവനും ആയതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. അതുണ്ട്. അപ്പോൾ അവന് നമ്മുടെ തലമുറകളെല്ലാം ഒരുമിച്ച് കാണുമ്പോഴത്തേക്ക് ഇവന് ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു സ്ട്രഗിൾ കൊണ്ട് ഉണ്ടാകുന്ന നന്മകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഒറ്റ ബോഡിയാണ്, മനസ്സിലല്ലേ? അപ്പോൾ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ചെറിയൊരു വേദന കൊണ്ട് ബാക്കിയൊരു ശരീരഭാഗത്തിൻ്റെ വലിയൊരു ഹീലിംഗ് നടക്കുമെങ്കിൽ വോണ്ട് ഐ ഡൂ ഇറ്റ്? മനസ്സിലല്ലേ? ഒരു ചെറിയ ഭാഗം മുറിച്ച് കളഞ്ഞാൽ, രക്തം കളഞ്ഞെങ്കിൽ എൻ്റെ ഈ കാലിൻ്റെ ഇത്രയും ഭാഗം ഹീൽഡ് ആവുമെങ്കിൽ ഐ മൈറ്റ് ഡു. പക്ഷേ ഇത് ആർക്കാ കാണാൻ പറ്റുക? എൻ്റെ തലയ്ക്ക് കാണാൻ പറ്റും, പക്ഷേ എൻ്റെ വിരലിന് കാണാൻ പറ്റത്തില്ല. വിരൽ വിൽ നോട്ട് നോ ദാറ്റ് ദിസ് ഇസ് ദെയർ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ നമ്മളെല്ലാം ഒരു ബോഡി ആയി കഴിയുമ്പോഴത്തേക്ക്, ഒരു ശരീരമായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൂടെ എല്ലാം ഒരു നന്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് ദർ ഹാസ് ടു ബി എ കൺസൾട്ടേഷൻ. നമുക്കറിയാം ഇതിനകത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് ദർ ഹാസ് ടു ബി എ കൺസൾട്ടേഷൻ, പ്രോപ്പർ കൺസൾട്ടേഷൻ. അത് നമുക്ക് സ്പിരിച്വൽ കൺസൾട്ടേഷൻ എടുക്കാം, അതുപോലെ തന്നെ തെറപ്യൂട്ടിക് ആയിട്ടുള്ള കൺസൾട്ടേഷൻസ് എടുക്കാം. അവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതെന്നു ചോദിച്ചാൽ, എങ്ങനെ ഈ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നയാൾ, എന്നെ സ്നേഹിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചേക്കുന്നത്. ഈ വ്യക്തിയുടെ നന്മ, ഈ വ്യക്തി ഇതിനപ്പുറത്തേക്ക് വന്ന് അവൻ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ അപ്പുറത്തേക്ക് അതിനൊരു സൊല്യൂഷൻ, ഒരു ഹീലിംഗ് കിട്ടാനായിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരുപക്ഷെ ആദ്യം ഞാൻ ചെയ്യേണ്ടത്, ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കേണ്ട പോലെ ചിലപ്പോൾ ഒരു ആവശ്യം ഉണ്ടായിരിക്കും. അതും എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമില്ലായിട്ട് മാറുമല്ല, for him to give him a space where he can think and then അവന് ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഹെൽപ്പാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പാണെങ്കിൽ അതെല്ലാം എടുത്ത് പിന്നെയും ഒരു സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ സഹായം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്നേഹത്തിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ നിന്ന് അടികൊള്ളുക എന്നുള്ളതല്ല, അവിടെ മാറേണ്ട സമയത്ത് നമ്മൾ കുറച്ച് നാളത്തേക്ക് മാറി നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നതും ഓക്കെയാണ്. മനസ്സിലല്ലേ? with the intention that this man will get better. ചിലപ്പം അൺഫോർച്ചുനേറ്റ്ലി ദ സിറ്റുവേഷൻ വിൽ റിമെയിൻ ദ സെയിം. പക്ഷേ അവിടെയും നമുക്കറിയാം, we didn't get married to get separated. ആ മാരേജ് ഇസ് എ പെർമനൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിവാഹം വരെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കവനൻ്റാണ്. അപ്പം ഞാൻ പറയുന്നത് അവിടെ ഒരു തരത്തിലും ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഫാമിലി ഫോർ എ ടൈം യു ക്യാൻ സ്റ്റേ ബാക്ക്. ഇനിയിപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ അടുത്തൊരു ഹീലിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇനി ഫോർ സം റീസൺ ഇഫ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, വി വിൽ സ്റ്റേ അവേ, ബട്ട് ദെൻ വിൽ keep on praying and doing our best for this man or this woman to get healed. ഇതാണ് പ്രൈമറി കോൾ. പക്ഷേ there's a plan B. ഇപ്പം ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, മനസ്സിലായല്ലേ? ഇനി എനിക്കും ഒരു ജീവിതമില്ലേ എന്ന് സത്യമാണ്. കാരണം എനിക്കും എൻ്റെ ജീവിതം അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാം. ഐ മീൻ യു ക്യാൻ സീ. ഇപ്പോൾ ഈ പ്രൈമറിലി ഈ മാരേജിനകത്ത് തന്നെ ഇയാൾക്കൊരു പ്രശ്നം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു, പക്ഷേ അതെന്നോട് പറഞ്ഞിട്ടില്ല എന്നെങ്കിൽ യു ക്യാൻ ഓൾവേസ് ടേക്ക് ഇറ്റ് ടു ദ ചർച്ച് ആൻഡ് ദെൻ സേ ചർച്ച് പറയാം. അപ്പം ചർച്ചിന് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് ഒറിജിനലി ഉണ്ടായിരുന്നതാണ്, ഇവരിത് പറയാതെ വിവാഹം കഴിച്ചു. സോ ആ മാരേജ് തന്നെ ഇൻവാലിഡാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ യു ടു ഗെറ്റ് എൻ annulment. ഞാൻ പറയുന്നത് അത് പ്ലാൻ ബി ആണ്. ഇഫ് യു ചൂസ് യു ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ദർ ഈസ് സംതിങ് കോൾഡ് ഹീറോയിക് ലവ്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന സാഹചര്യങ്ങളെ ദൈവത്തോടൊത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമായി തീരുന്ന, ഞാൻ എൻ്റെ കാര്യം അപ്പുറത്തേക്ക് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടി എന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നുണ്ടാകുന്ന ഒരു ഹീറോയിക് ലവിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. യു ക്യാൻ ഈദർ എംബ്രേസ് ദാറ്റ് ഓർ യു ക്യാൻ ട്രൈ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ആൻഡ് ദെൻ get out. Like it depends from person to person. Yeah, it's how correct. You can go, അതെ. ഓരോ വ്യക്തികൾക്കും ദൈവം തന്നിരിക്കുന്ന ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് ലൈഫ് ഒരു എക്സാമ്പിൾ എടുക്കാം. ബട്ട് ഞാൻ പറയുകയാണ്, ഇതൊന്നും ഒരു നഷ്ടമല്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ പറയും വാട്ട് എ പിറ്റി, അവളുടെ ജീവിതം നശിച്ചു. നോ, യു വെയിറ്റ് ആൻഡ് സീ ഹൗ ദാറ്റ് ചൈൽഡ് വിൽ ഗ്രോ അപ്പ്, ഹൗ ദാറ്റ് ഫാമിലി വിൽ ബെനിഫിറ്റ്. അതൊക്കെ ദൈവത്തിന് നോക്കുമ്പോഴത്തേക്ക് അന്ന് ആ സ്ട്രഗിൾ ഉണ്ടാക്കിയതിൻ്റെ എല്ലാം ഗുണം ഇങ്ങനെ അടുത്ത തലമുറകളിലൂടെ നമുക്ക് നന്മയായിട്ട് കാണാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പം നോ ടിയേഴ്സ് ഈസ് എ ലോസ്.
all things working together for good for all good. For those good. who Those who loves him. love, yeah. അപ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുക, Absolutely. സ്നേഹത്തിലായിരിക്കുക എന്നുള്ളതാണ്. Yeah. ബാക്കി ദൈവം ക്രമീകരിക്കുമല്ലോ. Yeah. ഇപ്പൊ നമ്മളൊരു മാരീഡ് ലൈഫിലാണ് അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലൊക്കെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഒരു ഫേസ് ഉണ്ടല്ലോ, മാരേജിന് മുന്നേ ഉള്ള ഫേസ്. ഈ ഒരു ടൈമിലെല്ലാം നമ്മളൊരു ഓപ്പോസിറ്റ് സെക്സുമായിട്ട് എങ്ങനെ ആയിരിക്കണം നമ്മള്? ഓക്കെ, യു മീൻ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്? അല്ല, ഞാൻ പറയും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ദി ഓപ്പോസിറ്റ് സെക്സ്, അല്ലേ? കാരണം നമ്മുടെ പണ്ടൊക്കെ നമുക്ക് പേടിയായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ്സിലുള്ള പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അല്ലെ ആണുങ്ങളോട് സംസാരിക്കാനൊക്കെ ചങ്കിടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പം ദേ ആർ മോർ ഫ്രീ, ദേ ടോക്ക്, ദേ ഹാവ് ദ ഫ്രീഡം ടു ഡു ദാറ്റ്, വിച്ച് ഇസ് ഗുഡ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് വാട്ട് ഈസ് ഈ റൊമാൻസ് എന്ന് പറയുന്ന സാധനം ദാറ്റ് ബിലോങ്സ് ടു ദി റെലം ഓഫ് മാരേജ്. ഞാൻ വിചാരിക്കുന്നത് വെൻ യു സേ റൊമാൻസ് ഇസ് ബേസിക്കലി, ഞാൻ മുമ്പേ പറഞ്ഞാൽ റൊമാൻസ് ഇസ് ബേസിക്കലി you become appreciative of the values of her or his, physical beauty, inner beauty, all that, and then there's this great admiration, and you express that in different ways, and it becomes beautiful. I mean, and that's what I mean, that should happen within marriage. And you just imagine, ipo sadharana gathiyil idellam mumbu nadannittu vivaham becomes so dry. ഇതൊന്നും കാണുന്നില്ല. If only this happens within marriage. അപ്പോൾ ഇതിന് മുമ്പ് നടക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. ഗുഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പം വേർ അഗൈൻ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ഫീലിയ ഉണ്ടല്ലോ, ഈ ഫീലിയ ഓൾസോ കംസ് ഫ്രം ഗാഡ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഞാൻ എൻ്റെ സഹോദരനെ, നമ്മുടെ ദാവീദും മറ്റേ ജോനാത്തനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അവരുടെ ഹൃദയം അത്രമാത്രം അടുത്തിരുന്നതാണ്. അപ്പം അവിടെ എന്നാന്ന് ചോദിച്ചാൽ ഐ എം വില്ലിങ് ടു ഗിവ് മൈ സെൽഫ് ഫോർ ദി അതർ. അത്രമാത്രം സ്നേഹമാണ്. അപ്പം ദിസ് ഈസ് ഓൾസോ എ ട്രെയിനിങ് ഫോർ യുവർ മാരിഡ് ലൈഫ്. അതായത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് ഞാൻ അവന് വേണ്ടി ഞാൻ ഇല്ലാതാകുന്ന പല അവസരങ്ങളുണ്ടാകുമ്പം ഞാൻ ട്രെയിൻഡ് ആവുന്നുണ്ട് എൻ്റെ ഒരു സെൽഫിഷ്നെസ്സിൽ നിന്ന് സെൽഫ്ലെസ്നെസ്സിലേക്ക്. എന്നെ ഹെൽപ്പ് ചെയ്യുക നാളെ, മനസ്സിലായില്ലേ? അപ്പോൾ ഗുഡ് ഫ്രണ്ട്ഷിപ്സ്, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്നുണ്ടാകുമ്പോൾ, ഇറ്റ് ഈസ് ഓൾസോ ഐ എം ഗെറ്റിംഗ് ടു നോ how a woman thinks, how a man thinks, what does she want, how does she, അവളുടെ aspirations എന്തൊക്കെയാണ്. So you're learning, you constantly ask questions and learn. At the same time, when there is, sometimes there is this within you, there is this attraction, an attraction ഉണ്ടാവുന്നത് ഓക്കെയാണ്, because attraction is necessary between man and woman. Attraction is healthy. പക്ഷേ ഈ അട്രാക്ഷനെ വിവാഹത്തിൻ്റെ റെലമിലേക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ കൂടി നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ, എന്ന് പറയുമ്പം എനിക്ക് 4 ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ ഒരാളോട് ബെസ്റ്റി എന്ന് പറയുമ്പോഴും ഈ ബെസ്റ്റി ബിക്കംസ് മൈ ഓൺലി വൺ, ആൻഡ് ദെൻ ഡെവലപ്സ് കൈൻഡ് ഓഫ് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. അപ്പം ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു ട്രിക്ക് എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ ബെസ്റ്റിയോട് വേറൊരു വ്യക്തി വന്ന്, അതായത് ഇപ്പം എൻ്റെ ബെസ്റ്റി പെണ്ണാണ്, ആ പെണ്ണോട് വേറൊരാണെന്ന് സംസാരിക്കുമ്പം എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? Do I have that possessiveness? I don't want somebody else to talk to my guy. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നത്തിലേക്കാണ്. That's not friendship. It is crossing the limit. It is entering into the marriage realm, which is not healthy, which should happen only. അപ്പോൾ ഞാൻ പറയുന്നത് that should be, അത് നമ്മൾ തമ്മിൽ, അതായത് ഈ ഫ്രണ്ട്ഷിപ്പ് ഹാസ് ടു റിമെയിൻ ഫ്രണ്ട്ഷിപ്പ്. ഇനിയിപ്പോൾ വിവാഹത്തിൻ്റെ സമയമായി കഴിയുമ്പോഴേ ആയിരിക്കാം ഒരുപക്ഷെ one of my friendship can be elevated to marriage. That's another question. That can be done. മനസ്സിലായല്ലേ? പക്ഷേ അതിന് മുമ്പിലുള്ള relationship purely by respecting the other as a person created in the image and likeness of God, respecting her
loving her, giving her the dignity she deserves or he deserves. അങ്ങനെ ആയിരിക്കണം. മനസ്സിലായില്ല? അതിനകത്തൊരു സാക്രിഫിഷ്യൽ എലമെൻ്റ് ഉണ്ട്, സെലിബ്രേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇൻറ്റിമസി, റിലേഷൻഷിപ്പ്, റൊമാൻസ്, ഇത് വിവാഹത്തിന് വേണ്ടി റിസർവ് ചെയ്യണം. ഓക്കെ, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു മാരീഡ് ലൈഫിന് വേണ്ട ഒരു റെസിപ്പി എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെയാ? Wow, it's a learning. Tips and tricks. അത് എനിക്ക് തോന്നുന്നു ഓരോ വിവാഹത്തിലും Yeah. നമ്മുടെ പ്രത്യേകതകളനുസരിച്ച്, നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് ഈ റെസിപ്പി മാറി മാറി വരുമായിരിക്കും. കാരണം എനിക്ക് പറ്റുന്നതായിരിക്കില്ല ഇപ്പോൾ ബിൻസിന്. ബിൻസേ, യു മാരിഡ് ഫോർ ഹൗ മെനി ഇയേഴ്സ്? 3 years. 3 years. ഈ 3 years കൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് ഞാൻ 20 വർഷം കൊണ്ട്, 19 വർഷം കൊണ്ട്. അല്ല, എനിക്ക് കൂടുതൽ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും പെർഫെക്റ്റ് അല്ല. ഞാനും പെർഫെക്റ്റ് അല്ല, എൻ്റെ വൈഫും പെർഫെക്റ്റ് അല്ല. നമുക്കെല്ലാം കുറവുകളുണ്ടല്ലേ. അപ്പം നമ്മൾ പലപ്പോഴും എനിക്കൊന്ന് മനുഷ്യന് കുറച്ചും കൂടെ റീസണിങ് ഉണ്ട്. അല്ലെ, ആസ് എ മാൻ നമ്മുടെ ഒരു ഇൻഡയറക്റ്റ് നമ്മൾ റീസൺ ചെയ്യും പലപ്പോഴും. ബട്ട് യുവർ വൈഫ് വുഡ് ബി കുറേ കൂടെ ഇമോഷണൽ ആവും അല്ലേ. അപ്പോൾ നമ്മളവിടെ വൈഫ് പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും സമയം കൊടുക്കാതെ നമ്മളവിടെ ഒരു പെട്ടെന്നൊരു സൊല്യൂഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ബ്ലൈറ്റൻലി ഷീ മേ റിജക്റ്റ് യു, റൈറ്റ്? റിജക്ട് ഇൻ സെൻസ് ദാറ്റ് നമ്മുടെ ആ സൊല്യൂഷനൊക്കെ റിജക്റ്റ് ചെയ്യും, റൈറ്റ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ ആ എമോഷനെ മനസ്സിലാക്കാൻ അല്ലെ അതിനുവേണ്ടി ഒരു സമയം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കൂടുതൽ റീസൺ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ദേ വിൽ നെവർ എഗ്രി. ഐ മീൻ ദേ ഹാവ് ദിസ് ഡിഫിക്കൽട്ടി ടു എഗ്രി വിത്ത് യുവർ റീസണിങ്, റൈറ്റ്? സോ ബെറ്റർ നമുക്കത് മനസ്സിലാകുന്നു. ആൻഡ് ദെൻ നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് സമയമെടുത്ത് അതൊന്ന് റീസണിലേക്ക് പോകുന്നു. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമ്മളത് മനസ്സിലാക്കി കൊടുക്കും, നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു നിർബന്ധ ബുദ്ധിയിലേക്ക് പോകേണ്ട കാര്യമില്ല, റൈറ്റ്? അപ്പോൾ അവിടെ ഒരു നിന്നെ മനസ്സിലാക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഫൈറ്റ് ചെയ്ത് മനസ്സിലാകാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം when a spouse, നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ആണുങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്, യു നോ ദാറ്റ് ബിക്കോസ് വി ആർ മെൻ. മോസ്റ്റ് ഓഫ് ദി ടൈംസ് വെൻ എ വുമൻ കംസ് ആൻഡ് ടോക്സ് ടു അസ്, ഗിവ്സ് അസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, നമ്മുടെ മനസ്സിലുള്ള ഇതിനെല്ലാം സൊല്യൂഷൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്, നീ ഇന്ന ചെയ്താൽ മതി, ഇത് 1 2 3 4, ഇതിലാണ് 1 2 3 4, ഇയാളോട് ഞാനിതൊന്നും ചോദിച്ചില്ലല്ലോ എന്നായിരിക്കും അവളുടെ. കാരണം ഷീ ഈസ് നോട്ട് എക്സ്പെക്ടിങ് എനി സൊല്യൂഷൻ, മനസ്സിലായില്ലേ? ഓൾ ദാറ്റ് ഷീ വാണ്ട്സ് ദാറ്റ് ക്വാളിറ്റി ടൈം വിത്ത് യു. താൻ എൻ്റെ കൂടെ കുറച്ച് കൂടുതൽ നേരം ഞാൻ പറയുന്നതൊക്കെ കേട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർക്ക് ദാറ്റ്സ് നോട്ട് എനഫ്. Right, and also ഞാൻ പറഞ്ഞു, if you have some valid points, അത് it's easy for you to shove it down her throat. നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നീ ഇത് തരുന്നത് തെറ്റാണ്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം ഇറ്റ്സ് നോട്ട് ഈസി. കാരണം അതൊരു ഇൻഡിവിജ്വലാണ്, അവളൊരു ഇൻഡിവിജ്വലാണ്. ഫസ്റ്റ് ഷീ ഹാസ് ടു ബിൽഡ് ട്രസ്റ്റ് ഇൻ യു. മനസ്സിലായല്ലേ? ഇപ്പം ഞാൻ ഒരു ആദ്യകാലത്ത് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാതെ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ യു ഹാവ് ആൻ ഒപ്പീനിയൻ അബൌട്ട് സംതിങ്, അപ്പം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറയാം, ഹൗ അബൌട്ട് മേ ബി ഇങ്ങനെയാണെങ്കിലോ. അപ്പം ദിൽ ബി മോർ ഓപ്പൺ ടു റാദർ ദാൻ സെയിങ് അതല്ല നീ ചിന്തിക്കുന്നത് തെറ്റാണ്. അങ്ങനെ കാറ്റഗോറിക്കലി. സോ I have judged even spirituality. ഇപ്പം നമ്മൾ എൻ്റെ ഒരു ടൈപ്പ് സ്പിരിച്വാലിറ്റി അങ്ങനെ ആവണം എന്ന് നമ്മൾ നിർബന്ധം പിടിച്ച അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, ബിക്കോസ് എവറിബഡി ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അവർക്ക് നല്ലതായിട്ട് തോന്നുന്ന അവരുടേതായ ഒരു സ്പിരിച്വാലിറ്റിയെ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട്. കാരണം അതിലൂടെ അവൾ വിശുദ്ധിയാവുന്നു, എൻ്റെ കോളിലൂടെ ഞാൻ വിശുദ്ധിയാവുന്നു, നമ്മൾ രണ്ടുപേരും പരസ്പരം കൈപിടിച്ച് മക്കളെയും ഉയർത്തി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടത്. അപ്പം ഈ ഒരു റെസിപ്പി ഫോർ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ഐ തിങ്ക് ഞാൻ അവളെ നന്നാക്കുകയും അവൾ എന്നെ നന്നാക്കുക എന്നുള്ള പരിപാടിയല്ല. നമ്മൾ രണ്ടുപേരും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ കുറവുകൾ എൻ്റെ മാരേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊക്കെയാണോ അത് തുറന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കും. ഇപ്പോൾ പരസ്പരം അത് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് ആ ഒരു നിരന്തരമായ ഒരു എഫേർട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടോ, മനസ്സിലാകുന്നില്ലേ? എനിക്കറിയാം ഞാൻ ഇന്ന സമയത്ത് പറയുന്ന എൻ്റെ ഒരു റെസ്പോൺസ് അവൾക്ക് ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം, മനസ്സിലാകുന്നില്ലേ? ഞാൻ ചെയ്യുന്ന ചില പ്രവൃത്തികൾ എനിക്ക് ഇഷ്ടമില്ലെന്നറിയാം. അങ്ങനെയുള്ള സാധനം മാറ്റാൻ വേണ്ടി എന്ത് എഫർട്ടാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ദെൻ എവ്രി ഡേ ഈസ് എ ലിറ്റിൽ, യു ഗെറ്റ് ലിറ്റിൽ ബെറ്റർ. അപ്പം ആസ് മാരേജ് ഗ്രോസ്, you become all the more agreeable, all the more you would
ലോങ് ടു ബി ഇൻ ഹെർ പ്രസൻസ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, പിന്നെ ഈ പഴയതുപോലെ പിന്നെയും സംസാരിക്കാനൊക്കെ തുടങ്ങും. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഗ്രോത്താണിത്. അപ്പോൾ നമ്മൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കി, കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മാസം അടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുകയാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് യു ഗോ ടു ദി എക്സ്ട്രീംസ്. ബട്ട് ഐ വുഡ് സേ യു ഹാവ് ടു വെയിറ്റ് അറ്റ്ലീസ്റ്റ് 5 to 10 years ഫോർ എ മാരേജ് ടു മച്ചുവർ എന്ന് പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നു 20 വർഷമായിട്ട് ഇനിയും സ്കോപ്പ് ഇതുപോലെ ഇനിയും കിടക്കുകയാണ്. വി ആർ സ്റ്റിൽ മച്ചുവറിങ്, ബട്ട് ഐ ക്യാൻ സീ ദാറ്റ് ഹൗ ഇറ്റ് ഇസ് പ്രോഗ്രസ്ഡ്. അപ്പം ഇഫ് യു ഡോണ്ട് ഗിവ് ടൈം, ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, ഒരു വർഷവും കഴിഞ്ഞിട്ട് ഇഫ് യു ഡിസൈഡ് ഇത് നടക്കാൻ പോകുന്നില്ല, ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കുന്നത് എന്ത് ബാലിഷ്യമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. വി നീഡ് ടു ഗിവ് ടൈം. നമ്മൾക്ക് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി ബുക്സോ റിസോഴ്സസ് ഒക്കെ ഉണ്ടോ? അത് മാരേജ് അല്ലെങ്കിൽ ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ്, അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള? തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ആയിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഐ വുഡ് സേ ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം. കാരണം നമുക്ക് വി ഹാവ് ആക്സസ് ടു ദ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, റൈറ്റ്? നമുക്ക് ഇഷ്ടംപോലെ ബുക്സുകളുണ്ട്, ഇഷ്ടംപോലെ കോഴ്സസ് അവൈലബിൾ ആണ്, കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, സഭയുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ബിക്കോസ് വി ഹാവ് ആക്സസ്, റൈറ്റ്? അപ്പം ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഇപ്പം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് എന്നെ ഫൗണ്ടേഷൻ തന്നത്, ഈ ഒരു മേഖല ഫൗണ്ടേഷൻ തന്നത് തിയോളജി ഓഫ് ദ ബോഡിയാണ്. ജോൺ ബോൾ രണ്ടാം മാർപ്പാപ്പയുടെ തന്ന വെനസ്ഡേ ഓഡിയൻസിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പം അതിൽ ഞാൻ ആദ്യം വായിച്ചത് അതിൻ്റെ ഒരു ചെറിയൊരു നക്ഷലാണ്, പക്ഷെ അത് തന്നെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്റ്റഫ് വെസ്റ്റിൻ്റെ തിയോളജി ഓഫ് ദി ബോഡി ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അത് ഞാൻ എൻ്റെ കോളേജ് സമയത്താണ് വായിക്കുന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ ഇറ്റ് വാസ് എ ബിഗ് റിലീഫ് ഫോർ മീ. കാരണം നമ്മുടെ സ്ട്രഗിൾസ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത്, കർത്താവേ ഇത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ശരിയാണ്. ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വി നീഡ് ഹെൽപ്പ്, റൈറ്റ്? അപ്പോൾ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. അപ്പം അൺലെസ് യു നോ ദ ട്രൂത്ത് അബൌട്ട് യുവർ സെൽഫ്, ഹു ആർ യു, വൈ ഗോഡ് ക്രിയേറ്റഡ് മീ ആസ് എ മാൻ, എന്തുകൊണ്ട് ദൈവം എനിക്ക് സെക്ഷുവാലിറ്റി എന്ന ഗിഫ്റ്റ് തന്നു, അതെവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഐ നോ ഹു ഐ ആം, ഞാൻ എൻ്റെ അപ്പൻ്റെ മകനാണെന്ന് എനിക്കറിയാം, എനിക്ക് അപ്പൻ്റെ സ്വഭാവം എനിക്കുണ്ടെന്ന് അറിയാം, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അപ്പം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം വളരെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ആ മെച്യൂരിറ്റി നമുക്ക് വി ക്യാൻ എൻ്റർ ഇൻ ടു ദ marriage or in whichever vocation God is calling you to. But theology of the body for beginners is a very good starter to start with this learning. അവിടെ നിർത്തല്. അതിനുശേഷം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് തിയോബി എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അഗെയിൻ ക്രിസ്റ്റഫ് വെസ്റ്റിൻ്റെ ഒരു ബുക്കാണ്. പിന്നെ വളരെ മസ്റ്റ് റീഡ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് അബൌട്ട് സെക്സ് ആൻഡ് മാരേജ്. ദേ ഷുഡ് റീഡ് ഇറ്റ് മസ്റ്റ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ തന്നെ ടോപ്പിക്സും കവേർഡ് ആണ്. ആൻഡ് ദർ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ്. പുതിയ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് ഇറക്കുന്നുണ്ട്. അപ്പം Good News About Sex and Marriage is a very good book. Then for more clarity about dating, you can go for girls. I prefer How to Find Your Soulmate Without Losing Your Soul by Kristalina Award. Again, amazing Kristalina Award. Amazing tool for girls to understand what എന്താണ് ഡേറ്റിംഗ്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. And for guys, Dating Blueprint by Jason Award. Husband. Okay. For the guys. Her husband, yeah. And then എനിക്ക് യങ്സ്റ്റേഴ്സ് they have a lot of questions on love, dating, relationships, all those things. So then for that you can go for a Q&A type of a book called നമ്മുടെ If You Really Loved Me എന്ന് പറഞ്ഞൊരു, എല്ലാം ഒരു ഇംഗ്ലീഷ് ബുക്സ് ആണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പലരും കേട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇംഗ്ലീഷ് ബുക്കാണ്, വല്ല മലയാളം ഉണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് വായിച്ച് പഠിക്കാനുള്ളൊരു അല്ലേ, നമ്മളെല്ലാം നമ്മുടെ കോഴ്സൊക്കെ ചെയ്യുന്ന ഇംഗ്ലീഷിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റ്. മലയാളത്തിൽ ഇങ്ങനത്തെ കൂടുതൽ ബുക്കുകൾ വരേണ്ട ആവശ്യമുണ്ട്. നമ്മളൊക്കെ എഴുതണം. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ എനിക്കൊന്ന് പേരൻസിലേക്ക് ഇങ്ങനത്തെ ബുക്കിലൊക്കെ എത്തുന്ന അവരെ ഹെൽപ്പ് ചെയ്യും, അവരുടെ മക്കളുടെ ഒരു ഫോർമേഷനും കാര്യങ്ങളും. ഈ തിയോബി പോലെ തന്നെ അതിന് മുമ്പ് ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു വർക്കായിരുന്നു ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിലാണ് ഇപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഈ അട്രാക്ഷൻ്റെ പലതരത്തിലുള്ള അട്രാക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വിശകലനം നടക്കുന്നുണ്ട്. ഒരു സ്ത്രീ പുരുഷ ഈ റിലേഷൻഷിപ്പിൻ്റെ അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി, വാട്ട് ഈസ് റിയലി ഹാപ്പനിങ്, ഏതാണ്
അഭികാമ്യം, അങ്ങനെ വളരെ ഒബ്ജക്റ്റീവ്ലി എല്ലാം നോക്കിക്കാണുന്ന ഒരു ബുക്ക് ഈ ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. അത് ഇച്ചിരി കട്ടിയുണ്ട്, പക്ഷേ അതിൻ്റെ സമ്മറിയും അതിൻ്റെ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ടൂൾസൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒരു സമ്മറി കിട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ കിട്ടാനോ ഒരു ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഐ പ്രിഫർ. നമുക്ക് വേണമെങ്കിൽ മെൻ, വുമൺ ആൻഡ് ദ മിസ്റ്ററി ഓഫ് ലവ് ഈസ് എ റിഫ്ലക്ഷൻ. അത് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി റിഫ്ലക്ഷൻ ആണ്. എഡ്വേർഡ് സറി US ഓതർ എഴുതിയ ഒരു റിഫ്ലക്ഷൻ ആണ്. വെരി അമേസിംഗ് ബുക്ക്. അപ്പോൾ നമുക്ക് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒരു ക്രക്സ് കിട്ടും. അത് വായിച്ചിട്ട് നമ്മൾ ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് മോർ മീനിങ്ഫുൾ. Right, and also I would like to introduce Catholic Reads. ബിൻസ് ഈ ഒരു ഏരിയയിലുള്ള കുറേ ബുക്സുകൾ ഇവിടെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അതിൻ്റെ കോപ്പീസ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് നമ്മളിവിടെ വളരെ ചീപ്പായിട്ട് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. മീൻസ് വൈ ഡോണ്ട് യു ടോക്ക് അബൌട്ട് ദിസ്? എനിക്ക് കാത്തലിക് റീഡ്സിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വന്നത് ഞാൻ കോളേജുകളിൽ ഞാൻ വായിച്ചു തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് സമയമാണ്. അപ്പം ആ സമയങ്ങളിൽ നമുക്ക് ഈ ബുക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, വായിക്കണം. പക്ഷേ നമുക്ക് വെരി എക്സ്പെൻസീവ്, കാരണം ഇതെല്ലാം US ഓതേഴ്സ് ഇമ്പോർട്ടഡ് ബുക്സ്. യു ഹാവ് ടു പേ ഇൻ തൗസൻഡ്സ്. അന്ന് നമുക്ക് തൗസൻഡ്സ് എടുക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ബുക്സൊക്കെ. ഈ ബുക്സൊക്കെ ഞാൻ വായിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേടിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജോലി പ്രവേശിച്ച് ആ സമയമാണ് എനിക്ക് ഈ ബുക്സൊക്കെ ഞാൻ മേടിച്ച് വായിച്ചു. അപ്പം എനിക്ക് മനസ്സിലായത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഈ ബുക്കുകൾ എന്നെ ഒത്തിരി ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് എന്നെ ഞാനാക്കിയത് പറയുകയാണെങ്കിൽ ഈ ബുക്കുകളിൽ നിന്ന് കിട്ടിയ ഒരു നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഈ എല്ലാവർക്കും ഇത് എങ്ങനെ ആക്സസ് ചെയ്യാം, എങ്ങനെ കൊടുക്കാം എന്നൊരു ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് എന്തുകൊണ്ട് നമുക്ക് ഈ ബുക്സ് ഇവിടെ റീപബ്ലിഷ് ചെയ്തുകൂടാ. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ് നമ്മൾ US ഓതേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവിടുത്തെ റൈറ്റ്സ് എടുത്ത് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നൗ ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് വെരി സ്മോൾ, ഐ തിങ്ക് എനിബഡി ക്യാൻ അഫോർഡ് ഇറ്റ് ആക്ച്വലി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ catholic.cafe എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് യൂത്തിൻ്റെ. അവിടെ നമുക്ക് ഈ ലവ് ആൻഡ് മൊറാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നൊരു 150-200ഓളം ആൻസേഴ്സ് അവിടെയുണ്ട്. വെരി കാത്തലിക് റെസ്പോൺസ് ടു ദോസ് ക്വസ്റ്റ്യൻസ്, ടഫ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി. പിന്നെ I have a blog. My Articulate Heart എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗുണ്ട്. സോ എൻ്റെ റിഫ്ലക്ഷൻസ് എല്ലാം അവിടെയുണ്ട്. സോ പീപ്പിൾ യു ആർ വെൽക്കം ടു റീഡ് ദാറ്റ്. അപ്പം ഒത്തിരി താങ്ക് യു ഉണ്ട്. നമ്മുടെ സോൾ ചാറ്റിൻ്റെ ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. കുറേയേറെ ചിന്തിക്കാത്ത കാര്യങ്ങളിലൂടെ പോയി. ആൻഡ് കുറേ ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു. Thank you. Wonderful. Thank you.